ഹായ് ഓൾ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകണമെന്ന് വെച്ചാൽ മെക്കാട്രോണിക്സ് ഉണ്ടോ, DST ഗിയർ ബോക്സിൻ്റെ മെക്കാട്രോണിക്സ്. അതിൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളും പിന്നെ അതെങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വന്നതെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇന്നത്തെ കംപ്ലൈൻറ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ ഫോക്സ്വാഗൻ വെൻറ്റോണ്. എൻ്റെ കംപ്ലൈൻറ്റ് റിവേഴ്സ് ഗിയർ വീഴില്ല കേട്ടോ. റിവേഴ്സ് ഗിയർ വീഴാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ വണ്ടി വന്നത് വർക്ക്ഷോപ്പിൽ. അപ്പോൾ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് നോക്കിയപ്പോൾ കാണുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ മെക്കാട്രോണിക്സിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ മെക്കാട്രോണിക്സ് കംപ്ലൈൻ്റ് ആയിട്ട് മെക്കാട്രോണിക്സ് അയച്ചെടുത്ത് അതിൻ്റെ ടൂളും കാര്യങ്ങളൊക്കെ വെച്ച് അയച്ചെടുത്തപ്പോൾ സിങ്കർനൈസർ പൊട്ടിക്കിടക്കുകയാണ് ഗിയർ ബോക്സിൻ്റെ. ഇങ്ങനെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗിയർ ബോക്സ് അയച്ച് പീസാക്കിയിട്ട് സിങ്കർനൈസർ വേണ്ടത്. സിങ്കർനൈസറും പിന്നെ മെക്കാട്രോണിക്സ് ആയപ്പോഴേക്കും നല്ല ഉഗ്രം പണിയാണ് ഈ വെൻറ്റോന് കിട്ടിയേക്കണത്. അപ്പോൾ അതിൻ്റെ ടൂള് മെക്കാട്രോണിക്സിൻ്റെ ടൂളൊക്കെ വെച്ച് ലോക്ക് ചെയ്ത് അയച്ചാൽ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ മെക്കാട്രോണിക്സിൻ്റെ അയക്കാൻ നേരത്ത് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതിൻ്റെ പണിയൊന്നും തീരൂല കേട്ടോ. ഓരോന്ന് വെച്ചും തിരിച്ചും മറിച്ചൊക്കെ നോക്കേണ്ടി. അപ്പോൾ മെക്കാട്രോണിക്സ് നമ്മൾ ട്രെയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ അഴിച്ചതെന്ന് നോക്കാൻ റേഡിയേറ്ററിൻ്റെ ഹോസ്, സ്റ്റാർട്ടർ മോട്ടർ, അതിൻ്റെ ബാറ്ററി ട്രേ, എയർ ഫിൽറ്റർ, പിന്നെ റേഡിയേറ്റർ ഫാൻ അയച്ചിട്ടുണ്ട്. നമ്മൾ സുഖമായിട്ട് അഴിക്കാനും കയറ്റാനൊക്കെ വേണ്ടിയാണ്. അപ്പോൾ പെട്ടെന്ന് തീരാത്തതുകൊണ്ട് നമ്മൾ ഓരോന്നൊക്കെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് കയറ്റി വെച്ച് നോക്കേണ്ടി വരും. അപ്പോൾ അഴിച്ചേക്കണം കേട്ടോ. റേഡിയേറ്റർ ഫാനൊക്കെ വെച്ച് സുഖമായിട്ട് നല്ല ഗ്യാപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലോഡ് ചെയ്യണം എങ്ങനെ കണ്ട. ഇതാണ് ഇതിൻ്റെ ലോക്ക്. ഈ ലോക്ക് ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 2 ഫോർക്ക് വരുന്നുണ്ട്. ഡ്യുവൽ ക്ലച്ചാണ് ഇതിന്. അപ്പോൾ 2 ക്ലച്ച് നമ്മൾ ലോക്ക് ചെയ്യണം കേട്ടോ. ഇതുപോലെ 2 ക്ലച്ചിൻ്റെ ഫോർക്ക് നമ്മൾ ലോക്ക് ചെയ്യണം. അപ്പോൾ ഈ മെക്കാട്രോണിക്സ് നമുക്ക് ഇത് വ്യക്തമായിട്ട് ലോക്ക് ചെയ്യാൻ എങ്ങനെയാണ് കാണാൻ പറ്റില്ല. അപ്പോൾ ഞാനത് മെക്കാട്രോണിക്സ് ഊരിട്ട് കാണിച്ചത് അതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ, ലോക്കിംഗ് പൊസിഷൻ ഇതാണ്. അത് ഊരിട്ട് തിരിച്ചു. അപ്പോൾ നമ്മൾ ഇനി നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ന്യൂട്രൽ പൊസിഷനാണെന്ന് വെറുതെ നോക്കണം. ഇത് കയറ്റാൻ നേരത്ത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. അതായത് കയറ്റാൻ നേരത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണത് ന്യൂട്രൽ അല്ലെങ്കിൽ മെക്കാട്രോണിക്സ് കയറ്റാൻ നേരത്ത് കയറൂല. അപ്പോൾ നമ്മൾ ഈ 4 ലിവർ തന്നെ ഇളക്കി നോക്കിയാൽ മതി. നമ്മൾ സാധാരണ ന്യൂട്രൽ പൊസിഷൻ നോക്കണ പോലെ നോക്കാൻ പറ്റും. അപ്പോൾ ന്യൂട്രൽ പൊസിഷൻ നോക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 ന്യൂട്രൽ പൊസിഷനിലാണ്. ഇനി നമുക്ക് മെക്കാട്രോണിക്സിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ 2 മെക്കാട്രോണിക്സ് അയച്ചിട്ടുണ്ട്, പോളോൻ്റെയും ഒരു വെൻറ്റോൻ്റെ. ഒന്നും പെട്രോളും ഒരു ഡീസലുമാണ്. ഇപ്പോൾ മേളിൽ കാണുന്ന ഡീസലാണ്. അപ്പോൾ ഇത് പെട്രോൾ പോളോ. അപ്പോൾ ഇതിൻ്റെ കവർ അയച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. കവർ അയച്ച് ചെയ്യുമ്പോൾ കാണുന്ന അവസ്ഥ ഇതാണ് കേട്ടോ. ഇതിന് കുറേ ഇലക്ട്രിക്കൽ പാർട്ടും പിന്നെ വാൽവ് ബോഡിയാണ്. ഇതാണ് ഇതിൻ്റെ ഇലക്ട്രിക്കൽ മോട്ടർ തന്നെ. ഇലക്ട്രിക്കൽ മോട്ടർ ഇലക്ട്രോണിക്കലി വർക്ക് ചെയ്തിട്ട് ഇതാണ് ഹൈഡ്രോളിക് പമ്പ്. പിന്നെ കറക്കാൻ വേണ്ടിയാണ് ഈ ഇലക്ട്രിക് മോട്ടർ വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കാണണമെങ്കിൽ സോളിനോട് സ്വിച്ചുകളാണ്. ഓരോ ഗിയറിലേക്കും ഫ്ലൂയിഡ് തള്ളി കൊടുക്കാനുള്ള സോളിനോട് സ്വിച്ച്. ഇത് ക്യൂമുലേറ്റർ എന്ന് പറയും. ക്യൂമുലേറ്റർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രഷർ ബിൽഡപ്പ് ചെയ്യാനുള്ളതാണ്. ഇതിൽ പ്രഷർ ബിൽഡപ്പ് ചെയ്തിട്ട് ഇതൊക്കെ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഗിയർ വീഴാതെ ഇരിക്കോട്ടെ. ഇതിലോട്ട് ഇതാണ് ആ 2 ഫോർക്ക് നേരത്തെ കണ്ടില്ലേ, ആ തള്ളണത് ഗിയർ വീഴാൻ വേണ്ടി ആ ക്ലച്ച് തള്ളി കൊടുക്കണതാണ്. ഇത് ഇതിൻ്റെ സെൻസർ എന്ന് പറഞ്ഞാൽ ഫ്ലൈ വീലിൻ്റെ സ്പീഡ് സെൻസ് ചെയ്യണതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന അവസ്ഥ. ഇനി ഇത് ഫുള്ള് പീസാക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ് ബോർഡ് കംപ്ലൈൻ്റ് ആണ്. ഫുള്ള് പീസാക്കിയിട്ടും വലിയ കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ കയറ്റാൻ നേരത്ത് എന്താ നോക്കണമെന്ന് വെച്ചാൽ, ഇതിപ്പോൾ കയറ്റണില്ല, ഞാൻ കാണിച്ചിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ കയറ്റാൻ നേരത്ത് എന്താ നോക്കണമെന്ന് വെച്ചാൽ നമ്മൾ 4 പിസ്റ്റൺ വരുന്നുണ്ട്. ആ പിസ്റ്റണും 25 mm കറക്റ്റ് അളവിൽ വെക്കണം. എന്നാലും ആ ന്യൂട്രൽ പൊസിഷനിൽ ഗിയർ ബോക്സിൽ നമ്മൾ ന്യൂട്രൽ പൊസിഷനിൽ വെച്ചില്ലേ, എന്നാലും അത് കറക്റ്റായിട്ട് കയറുള്ളൂ. അപ്പോൾ 25 mm വെക്കണം. അപ്പോൾ ഇത് ഇത്തിരി അകത്തോട്ട് കയറിക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊണ്ട് വർക്ക് ചെയ്യിക്കാം കേട്ടോ. 25 mm വെച്ചിട്ട് വേണം കയറ്റാൻ. എന്നാലേ ഫ്രീ ആയിട്ട് കയറുള്ളൂ. അല്ലെങ്കിൽ ഇടിച്ച് എന്നാലും നമുക്ക് കയറൂല ഇത്. അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി ബാക്കി കുറേ പണിയുണ്ട്, അതൊക്കെ ഉണ്ട് അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ.